എനിക്കുള്ള എൻ്റെ നൊസ്റ്റാൾജിക് ക്രിസ്മസ് എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ, അതായത് എൻ്റെ ഒരു ചെറുപ്പ സമയത്തും നമ്മുടെ വീടിനടുത്ത് കുറച്ച് ക്രിസ്ത്യൻ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഈ കൊല്ലത്തെ ക്രിസ്മസ് എനിക്ക് ഭയങ്കര മെമ്മറബിളാണ്. ആ ടൈമിൽ ക്രിസ്മസിനാണ് ഈ ഇറച്ചി കഴിക്കാൻ പറ്റുക. നമുക്കൊന്നും അന്ന് അത്ര ആ ഒരു എൻ്റെ കുട്ടിക്കാലത്തൊന്നും നമുക്ക് ഇഷ്ടം പോലെ ചിക്കനോ അല്ല ബീഫ് മീറ്റൊന്നും കിട്ടത്തില്ല. വല്ലപ്പോഴും ഏതെങ്കിലും കടയിലും കാണാൻ പോകുമ്പോഴോ എന്നൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഈ ക്രിസ്മസ് ഡേയിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫാമിലിയിൽ അവർ ക്രിസ്മസിന് മുന്നേ നമുക്കവിടെ ഒരു ഏത്തപ്പഴമാണ് ആദ്യം മെയിൻ. അപ്പോൾ അവിടുത്തെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഏത്തപ്പഴം വെച്ചൊരു സ്പെഷ്യൽ ഡിഷുണ്ട് രാവിലെ, അപ്പം. അപ്പോൾ എല്ലാവരും ഏത്തപ്പഴമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ക്രിസ്മസിന് ഓരോ കൊലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്ന ഒരു ആചാരം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ ഏത്തക്കൊലയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ രാവിലത്തെ ഈ ഏത്തക്ക കൊതപ്പിച്ചെന്ന് പറഞ്ഞൊരു ഡിഷാണ്. തേങ്ങാപ്പാലും അരിപ്പൊടിയും കൂടെ പഴത്തിനകത്ത് ഏത്തപ്പഴത്തിനകത്ത് ഇട്ടിട്ട് ഒരു സ്റ്റൂവിന്റെ ടൈപ്പാണ്. നല്ലൊരു മധുരം. അതും അപ്പോട്ട് കഴിക്കും. അത് കഴിഞ്ഞ് സ്റ്റൂ ആയിട്ട് ബ്രെഡും സ്റ്റൂ ആയിട്ട് കഴിക്കും. അപ്പോൾ ഈ മൊത്തം മീറ്റ് ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് ക്രിസ്മസിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഡെസ്പറേറ്റ്ലി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആസ് എ ഷെഫ് എന്ന നിലയിൽ ലോകത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡൊക്കെ എനിക്ക് പല രാജ്യങ്ങളിലും ക്രിസ്മസിനൊക്കെ പോയി, ഇംഗ്ലീഷുകാരുടെയൊക്കെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആഘോഷം. അവരുടെ ഏറ്റവും വലിയ ആഘോഷം അതാണ്. നമുക്കിവിടെ ഓണമുണ്ട്, വിഷു ഉണ്ട്, പെരുന്നാളുണ്ട്, അല്ലെ ക്രിസ്മസ് അങ്ങനെയല്ല. അവരുടെ ഒരു മെയിൻ ആഘോഷം എന്ന് വെച്ചാൽ ആ ക്രിസ്മസ് ആണ്. ഫാമിലി തമ്മിൽ മീറ്റ് ചെയ്യുന്നതൊക്കെ വൺസ് ഇൻ എ ഇയർ. അത് വൺ ഓഫ് ദ ബെസ്റ്റ് സെലിബ്രേഷൻ. അപ്പൊ അതൊക്കെ അവിടെയൊക്കെ പോയി കണ്ടപ്പം നമ്മൾ പലതും കണ്ടു. പക്ഷെ എൻ്റെ മെമ്മറി ഒരു 2ാം ക്ലാസ് മുതൽ ഒരു 8, 9, 10 വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. ആ ടൈമിലത്തെ നാട്ടിലത്തെ കൊല്ലത്തെ ക്രിസ്മസും എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റി നമ്മളെ വിളിച്ചിട്ട് ഫുഡ് കൊണ്ടുവരും. അതുപോലെ അപ്പുറത്തൊക്കെ ബാക്കിയുള്ള വീട്ടുകാരെല്ലാം ഗിഫ്റ്റ്. നമുക്ക് അന്ന് വെച്ചാൽ ക്രിസ്മസിന് അവർ കുറേ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവരും. കേക്ക്, എസ്പെഷ്യലി ഒരു വൈൻ, ഹോം മെയ്ഡ് വൈൻ ഉണ്ടാവും, കുറേ പലഹാരങ്ങൾ കൊണ്ടുവരും. ഏത്തപ്പഴം നിർബന്ധമാണ്. അപ്പം നമ്മൾ ഇതെല്ലാം വാങ്ങിച്ച് ക്രിസ്മസിന് തൊട്ടടുത്തുള്ള ഫാമിലീസ് എല്ലാം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും. നമ്മൾ ഓണത്തെ അവർക്ക് കൊണ്ട് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ചിപ്സും പായസം ഒക്കെ ആയിട്ട് കൊടുക്കും. പക്ഷെ പകരം വരും എൻ്റെ വീടുകളിൽ പോയി ഫുഡ് കഴിക്കാം. അപ്പൊ ക്രിസ്മസ് എൻ്റെ ഫുഡിന്റെ കാര്യത്തിൽ പല പെരുന്നാളുണ്ടെങ്കിലും എനിക്ക് മറ്റേ പല പെരുന്നാളോ അല്ലെങ്കിൽ ഓണം എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ ഭക്ഷണമാണ്. അപ്പൊ അത് ആസെ കുട്ടിക്കാലത്ത് നമ്മളത് അത്ര എൻജോയ് ചെയ്യുന്നില്ല. അതിന് പായസം കുടിക്കാന്ന് മാത്രമാണ് അന്നത്തെ ഓണം എന്ന് പറഞ്ഞാൽ. പായസം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ക്രിസ്മസ് ഇസ് ലൈക്ക് ഒരു ഫുഡിയായി, ഒരു ഷെഫായതിനു ശേഷമാണ് കഴിഞ്ഞ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കഴിച്ച ഭക്ഷണവും അത്രയും വലിയൊരു ഫീസ്റ്റ് ഒരുമിച്ച് കഴിക്കുക. ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും. പാലപ്പവും ഈ പറഞ്ഞ ഏത്തക്ക കൊതപ്പിച്ചത്, പിന്നെ ബ്രെഡും സ്റ്റൂ, ഫിഷ്, പിന്നെ ലഞ്ച് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ചിക്കനും ബീഫും അതുപോലെ താറാവ്, ഇതെല്ലാം സാധനമായിട്ട് ഒരുമിച്ച് നമ്മൾ കഴിച്ചിട്ടേ ഇല്ല. പിന്നീട് എത്രയോ വലുതായി അല്ലെങ്കിൽ വലിയതായി ഒരു ബൊഫയിലൊക്കെ പോകുമ്പോഴായിരിക്കും ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഇത് പറഞ്ഞ ചിലപ്പോൾ മനസ്സിലാവില്ല. അവർക്ക് ഇതെല്ലാം എപ്പോൾ വേണേലും കിട്ടും. ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനി മൊമെന്റ് ദേ ക്യാൻ, എല്ലാവർക്കും ഇപ്പൊ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ എന്റെ ക്രിസ്മസ് സെലിബ്രേഷനും ഓർമ്മയൊക്കെ എപ്പോഴും ആ പഴയ അതൊരിക്കലും മാറുന്നില്ല. ഓണമൊക്കെ എനിക്ക് നമ്മളിപ്പോ പറഞ്ഞാലും ഏത് സമയത്തും അത് ഒരേപോലെ തന്നെയാണ്. പക്ഷെ ക്രിസ്മസ് ഹാപ്പിനെസ് ഭയങ്കരം. പിന്നീട് ഞാൻ കുറെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് വേൾഡ് മൊത്തത്തിൽ സന്തോഷിക്കുന്ന ഒരു സമയത്താണ്. ഇപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള അല്ലെങ്കിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരാഘോഷിക്കും. അല്ലെങ്കിൽ അതേപോലെയാണ് പെരുന്നാളും നമുക്കറിയാം. പക്ഷെ ക്രിസ്മസ് വേൾഡ് വൈഡ് അവിടെ അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റി എന്നല്ല. സോ എല്ലാവർക്കും ഒരു സീസണാണ്, ഫെസ്റ്റിവൽ സീസൺ, ഹോളിഡേ സീസൺ, ഡിസംബർ മൊത്തത്തിൽ ഒരു ഹാപ്പിനെസ് വരുന്ന ഒരു സമയം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഫെസ്റ്റീവ് മൂഡിലായി പോകും. ഞാൻ പ്രത്യേകിച്ച് അത് യൂറോപ്പിലെത്തിയപ്പോഴാണ് അതിന്റെ ഏറ്റവും ബ്യൂട്ടി മനസ്സിലായത്. ക്രിസ്മസിന് കൊടുക്കുന്ന ഗിഫ്റ്റുകൾ, നെക്സ്റ്റ് ഡേ ബോക്സിംഗ് ഡേ, അതൊക്കെ നമ്മൾ അവിടെ ചെന്നപ്പോഴാണല്ലോ അറിയാം എന്താണ് ഈ ബോക്സിംഗ് ഡേ. ബോക്സിംഗ് ഡേക്ക് കുറെ ഗിഫ്റ്റുകൾ കിട്ടും ആളുകൾ. അപ്പൊ പിന്നീട് അറിഞ്ഞപ്പോഴാണ് ഈ ബോക്സിംഗ് ഡേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള പേരാണ്. പിന്നീട് ബോക്സിംഗ് ഡേ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫേമസ് നമുക്കറിയാം. എല്ലാ വർഷവും ഡിസംബർ 26 ഒരു ടെസ്റ്റ് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരിക്കും. ഏതർ ആഷസ് അല്ല ഇന്ത്യൻ ടീം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ ടീമാണ്. അപ്പൊ അതൊക്കെ പിന്നീട് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ആ മെമ്മറീസിൽ ഇങ്ങനെ വരികയാണ്.